കഴിഞ്ഞ കുറെ വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിനെ നേരിടുവാൻ രാഷ്ട്രീയ ആയുധമില്ലാത്ത, അതല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് ഏത് സർക്കാരും, പ്രത്യേകിച്ചൊരു 10 വർഷമെല്ലാം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗം കാണാത്ത, അത് ഒരല്പം പോലും ഇല്ല. പക്ഷേ അതിന് പകരമായിട്ട് ഭരണത്തിന് അനുകൂലമായ വലിയ തരംഗവും ഉണ്ടാകുന്നു എന്ന് കണ്ട് അമ്പരന്ന സംസ്ഥാനത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് ഇത്തരത്തിലുള്ള ഒരു CAA വിരുദ്ധ തരംഗം, CAAക്കെതിരായ തരംഗം BJPക്കെതിരായി, അതിലൂടെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റിന്റെ അല്ലെങ്കിൽ മുസ്ലിം വികാരം ഒളിച്ചു കടത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. സത്യത്തിൽ നോക്കൂ, ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ CAA നിയമത്തെക്കുറിച്ച് ആർക്കും ഒന്നും എതിർക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, CAA നിയമം തന്നെ ആദ്യമായിട്ടല്ല ഈ ഇന്ത്യയിൽ ഇത് പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. 1992-ലും 2003-ലും 2005-ലും 2015-ലും എല്ലാം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, ഇത്തരത്തിലുള്ള ഈ CAA ആയിട്ട് ബന്ധപ്പെട്ട്, പൗരത്വവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇത്തരം പൗരത്വ ഭേദഗതി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയുള്ള ഒരു വിഭാഗത്തിനും, മതന്യൂനപക്ഷങ്ങൾക്കോ ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തിനും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഇത്തരത്തിൽ വാദിക്കുന്ന, CAAക്കെതിരെ വാദിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ചെറിയ നിയമവും ചെറിയ ഭേദഗതിയുമാണ്. അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചില നേതാക്കളും ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ പോലും പല തെറ്റിദ്ധാരണയും ഇതിനെക്കുറിച്ച് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ അടുത്ത കുറച്ച് നേരം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള പൗരത്വം, ഇപ്പോ നേരത്തെ നൊസർ ജഹാൻ പറഞ്ഞതുപോലെ നമുക്കൊരു പൗരത്വ നിയമം വേണമെങ്കിൽ എനി ഐഡന്റിറ്റി കാർഡ് ഫ്രം ദ ഗവൺമെന്റ് ക്യാൻ ബി യൂസ് ഫോർ ദിസ് പ്രൊസീജിയർ എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി കാർഡും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തങ്ങളുടെ അടുത്ത് ജീവിക്കുന്ന ഒരാളുടെ, ഒരു പഞ്ചായത്തിലെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾ 10 വർഷമായി ഇദ്ദേഹം ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വാക്കിന് പോലും ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് പൗരത്വം ലഭിക്കുമെന്ന് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2, അങ്ങനെ അതുമല്ലെങ്കിൽ സ്വന്തം ജീവിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, പഞ്ചായത്ത് സെക്രട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പൗരത്വം ലഭിക്കുവാനുള്ള ഉറപ്പ് ഈ കേന്ദ്ര സർക്കാർ നൽകുന്നു. അപ്പൊ ഇതെല്ലാം വളരെ സ്വാഭാവികമായും അതുപോലെ ഏറ്റവും സരളമായ, ഏറ്റവും സ്വാഭാവികമായ ഒരു രീതിയിലൂടെ, ഇതിലും ഒരു ഏറ്റവും ലളിതമായ ഒരു മാർഗം ആർക്കും ഉപദേശിക്കാനും കഴിയില്ല. ഇത്തരത്തിലുള്ള മാർഗങ്ങളിൽ തെറ്റുണ്ട്, ഈ ഒരു മാർഗവും കൂടി പെടുത്തണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പല കമന്റുകളും വന്നപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് 10 വർഷമായിട്ട് ഈ വ്യക്തി ഇവിടെ ജീവിക്കുന്നുവെന്ന് ഐഡന്റിറ്റി കാർഡുള്ള ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിനും ഈ പൗരത്വം നൽകണം എന്നുള്ള രീതിയിലുള്ള ഒരു അമെന്റ്മെന്റ് കൂടി ഇതിനകത്ത് പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഏതൊരു വ്യക്തിക്കും ഐഡന്റിറ്റി കാർഡ് ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായി ഈ പറയുന്ന പൗരത്വം ലഭിക്കുന്ന രീതിയിലുള്ള വലിയ ലളിതമായ നിയമ പദ്ധതികളാണ് ഇതിൽ പെടുത്തിയിട്ടുള്ളത്. അടുത്തത് പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഈ പൗരത്വ ഭേദഗതി നടപ്പിലാക്കില്ല ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികൾ പൂർണ്ണമായി വായിക്കാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. കാരണം പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇതിന് ജില്ലാ ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിലുള്ള കമ്മിറ്റികളിലൂടെ പോലും തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു രീതി കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ മുഴുവനുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. DLCയിൽ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറോ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി നിയമിക്കുന്ന 3 ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജില്ലാ കളക്ടറുമുള്ള കമ്മിറ്റിയാണ് ആ ജില്ലയിലുള്ള പൗരത്വം ആർക്കൊക്കെ നൽകണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദേശത്തു നിന്ന് അഭയാർത്ഥികളായോ കുടിയേറ്റക്കാരായോ വന്നവർക്ക് പൗരത്വം വേണമെന്ന ആപ്ലിക്കേഷൻ വന്നാൽ അത് ബേസിക്കലി ചെക്ക് ചെയ്യുന്ന, അതിനെ പഠിക്കുകയും അത് വേണോ എന്ന് നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അപ്പൊ ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ് ഇതിന് യാതൊരു പ്രശ്നവുമില്ല, ഇദ്ദേഹം 10 വർഷമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് മൈനോറിറ്റിയിൽപ്പെട്ട് പാകിസ്ഥാനിൽ വന്ന ഹിന്ദു, ക്രിസ്ത്യൻ, ബൗദ്ധ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് 5 വർഷം കൂടിയപ്പോൾ ഇവർക്ക് പൗരത്വം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുവാനുള്ള അവകാശം മാത്രമേ സെൻട്രൽ ഗവൺമെന്റിനുള്ളൂ. ഇതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? അപ്പൊ സംസ്ഥാന സർക്കാരിനും പൂർണ്ണമായ അവകാശമുണ്ട്. കേന്ദ്ര സർക്കാർ അത് ഈ സംസ്ഥാന സർക്കാരിന്റെ
ക്ലിയറൻസ് കഴിഞ്ഞ് വരുന്ന ഒരു പൗരത്വ നിയമത്തിന് പൂർണ്ണമായ അനുവാദം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ തന്നെ ഇതിനെതിരാണ് എന്നുള്ളൊരു വാദമുഖവും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിയമപരമായി ഇത് പൂർണ്ണമായി ശരിയാണ്. പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ യാതൊരു തെറ്റില്ല. മാത്രവുമല്ല ഇതിന്റെ നടപ്പിലാക്കലിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് സംസ്ഥാന സർക്കാരിന് കൂടിയാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല ഇത് മഹാത്മാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെ ആവശ്യപ്പെട്ട പല കാലഘട്ടങ്ങളിൽ നമുക്കറിയാം. ഇവിടെ ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള ജനങ്ങൾ വന്നപ്പോൾ അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റിക്ക് നൽകണമെന്ന് 2000 LK അദ്വാനിയുടെ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം മൻമോഹൻ സിംഗ് എഴുന്നേറ്റെന്ന് പറഞ്ഞ ചരിത്രവും വീഡിയോ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കാലഘട്ടങ്ങളിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഭരണകക്ഷിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാവരുമാണ്. അപ്പോൾ ഈ നിയമങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ അന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ നിയമപരമായും പ്രശ്നമില്ല, നടപ്പിലാക്കുന്നതിലും പ്രശ്നമില്ല. ഏറ്റവും സുതാര്യമായി സംസ്ഥാന സർക്കാരിന് പോലും ഇതിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അവർക്ക് കൂടി നിയമപരമായി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കൂടി സാധിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെ അതുകൊണ്ടാണ് എന്തിനാണ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കറിയാം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ അംഗീകരിക്കുവാനോ അവരെ പൂർണ്ണമായി സ്വീകരിക്കാനും കഴിയില്ല. അത് പോപ്പുലേഷൻ ബഡ്ജിനോ അല്ലെങ്കിൽ അതിർത്തികൾ സ്വീകാര്യമല്ലാത്ത അതിർത്തികൾക്ക് ഒരു കാര്യക്ഷമമായി ഒരു നിയന്ത്രണമില്ലാത്ത രീതി വന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരിന്റെ ബജറ്റും അതുപോലെ തന്നെ സർക്കാരിന്റെ ജനങ്ങളുടെ മുഴുവൻ ജീവിത രീതിയും സംസ്കാരവും എല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികവും ജനാധിപത്യവുമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിർത്തികൾ പൂർണ്ണമായും കൺട്രോൾ ചെയ്യണം, അതുപോലെ നിയന്ത്രിക്കണം. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മതപരമായ അസഹിഷ്ണുത കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത്തരക്കാർക്കുള്ള സ്വീകരണവും തീർച്ചയായും എന്നും ഭാരതം ചെയ്തിട്ടുണ്ട്.